പാപ്പാന്മാരുടെ ക്രൂരപീഡനത്തിനിരയായി നരകിച്ചു ചെരിയേണ്ടി വന്ന ഒരു കൊമ്പൻ സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നീരിൽ കെട്ടേണ്ട സമയമായിരുന്നിട്ടും വിശ്രമമില്ലാതെ ആനയെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അതേ തുടർന്ന് ആന പലപ്പോഴും പ്രകോപിതനായി പലരെയും ആക്രമിച്ചു കൊലപ്പെടുത്തുകയും തുടർന്നുള്ള പാപ്പാന്മാരുടെ മെരുക്കൽ പ്രയോഗങ്ങളും മൂലം പീഡനമേറ്റ് ചെരിയേണ്ടി വന്ന ഒരു കൊമ്പന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആന കേരളത്തിൽ വ്യത്യസ്തമായ ഒരു പേരിനുടമയായിരുന്നവൻ കൊടുമൺ ഭരതൻ. ഒരു നാടിന്റെ തന്നെ അഭിമാനമായിരുന്ന നല്ല ലക്ഷണമൊത്തൊരു കൊമ്പൻ. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഭരതന് അകാലത്തിൽ ചെരിയേണ്ടി വന്നു. കൊടുമൺ കല്ലുകാട്ടിൽ കുഞ്ഞുമോനച്ചായന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പനായിരുന്നു ഭരതൻ. നന്നായി എഴുന്നള്ളിപ്പെടുത്തിരുന്ന യാതൊരുവിധ വഴക്കുമില്ലാത്ത ഒരാന. എന്നാൽ ചില തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആനയെ നീരിൽ കെട്ടേണ്ട സമയമായിരുന്നിട്ടും കെട്ടാതെ പണത്തിനോടുള്ള ആർത്തിമൂത്ത് വിശ്രമമില്ലാതെ എഴുന്നള്ളിച്ചു. ഒരു ചട്ടക്കാരനെ ആദ്യം കൊലപ്പെടുത്തിയ ആനയെ ഭേദ്യം ചെയ്തും വാട്ടിയും കൊല്ലാക്കൊല ചെയ്തും കുറെ നാൾ കൊണ്ടു നടന്നു. അതിനിടയിൽ ഒരാളെ കൂടി ആന കൊലപ്പെടുത്തി. മാറി മാറി വന്ന പല ചട്ടക്കാരുടെയും ഭേദ്യം ചെയ്യലിന് വിധേയനായി യാതനകൾ അനുഭവിച്ച് ഭരതന് ചെരിയേണ്ടി വന്നു. ഭരതൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പൊക്കത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ 5 ആനകളിൽ ഒരുവൻ ഇവനായിരുന്നേനെ. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഭരതന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു.